എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം നമ്മുടെ വയറാണ്. വയറിലുണ്ടാകുന്ന ചെറിയൊരു പ്രശ്നം പോലും നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കും. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ വയറിലുണ്ടാകുന്ന സകല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അസിഡിറ്റി, ഗ്യാസ്, മലബന്ധം, ദഹനക്കേട്, അൾസർ എന്നിങ്ങനെ 5 പ്രധാന പ്രശ്നങ്ങളെയും അവയ്ക്കുള്ള പരിഹാരങ്ങളെക്കുറിച്ചും നോക്കാം. ഒന്നാമതായി അസിഡിറ്റിയും നെഞ്ചരിച്ചിലും. നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിപ്പിക്കാൻ ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയത്തിൽ നിന്ന് അന്നനാളത്തിലേക്ക് കയറി വരുന്ന അവസ്ഥയാണിത്. ഇതിനെ ആസിഡ് റിഫ്ലക്സ് എന്നും പറയുന്നു. തെറ്റായ സമയത്തുള്ള ഭക്ഷണം കഴിക്കൽ, അമിതമായ ചായ, കാപ്പികുടി, മാനസിക സമ്മർദ്ദം എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. നെഞ്ചിൽ കടുത്ത എരിച്ചിൽ, പുളിച്ചു തികട്ടൽ, വിട്ടുമാറാത്ത തൊണ്ടവേദന എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അസിഡിറ്റി അനുഭവപ്പെടുമ്പോൾ ഒരു ഗ്ലാസ് കരിക്കിൻ വെള്ളം കുടിക്കുന്നത് ആമാശയത്തിന്റെ ആസിഡ് നില നിയന്ത്രിക്കാൻ സഹായിക്കും. രാത്രിയിൽ നെഞ്ചരിച്ചിലുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് തണുത്ത പാൽ പഞ്ചസാര ചേർക്കാതെ കുടിക്കുക. 2 ഏലയ്ക്ക ചവച്ച് കഴിക്കുന്നത് ദഹനരസങ്ങളെ ഉത്തേജിപ്പിക്കുകയും അസിഡിറ്റി കുറയ്ക്കുകയും ചെയ്യും. ഭക്ഷണത്തിന് ശേഷം അല്പം പെരുംജീരകം ചവയ്ക്കുന്നത് ആസിഡ് റിഫ്ലക്സ് തടയും. ആഹാരം കഴിഞ്ഞ് ഒരു ചെറിയ കഷ്ണം ശർക്കര കഴിക്കുന്നത് ദഹനം സുഗമമാക്കാൻ സഹായിക്കും. ഗ്യാസ് ട്രബിളും വയറുവീർക്കലും. വയറിലും കുടലിലും അമിതമായി വായു കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണിത്. ചില ഭക്ഷണങ്ങൾ, അതായത് കിഴങ്ങ് വർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവ അമിതമായി കഴിക്കുന്നത് കൊണ്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ വായു ഉള്ളിലേക്ക് കടക്കുന്നത് കൊണ്ടോ ഇത് സംഭവിക്കാം. വയറ് കല്ലിച്ചിരിക്കുക, പുറം വേദന എന്നിവ ഗ്യാസ് ട്രബിൾ കാരണം ഉണ്ടാകാം. 1 ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൽ 1/4 ടീസ്പൂൺ കായം ചേർത്ത് കലക്കി കുടിക്കുക. ഇത് ഗ്യാസ് പെട്ടെന്ന് പുറത്തു പോകാൻ സഹായിക്കും. ഇഞ്ചി നീരിൽ അല്പം ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് കുടലിലുണ്ടാകുന്ന ഗ്യാസുകൾ നീക്കം ചെയ്യാൻ സഹായിക്കും. 1 ടീസ്പൂൺ അയമോദകം 1 നുള്ളു കല്ലുപ്പും ചേർത്ത് ചവച്ച് കഴിച്ച ശേഷം ചൂടുവെള്ളം കുടിക്കുക. പുതിന ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വയറിലെ പേശികൾക്ക് ആശ്വാസം നൽകുകയും ഗ്യാസ് കുറയ്ക്കുകയും ചെയ്യും. 2 അല്ലി വെളുത്തുള്ളി ചതച്ച് അല്പം നെയ്യിൽ വറുത്ത് കഴിക്കുന്നത് ഗ്യാസ് ട്രബിളിന് സ്ഥിരമായ പരിഹാരമാണ്. മലബന്ധം. ദിവസവും കൃത്യമായി മലശോധന ഇല്ലാത്ത അവസ്ഥയാണിത്. ശരീരത്തിൽ ജലാംശം കുറയുന്നതും നാരുകളില്ലാത്ത ആഹാരം കഴിക്കുന്നതുമാണ് പ്രധാനപ്പെട്ട കാരണം. മലബന്ധം സ്ഥിരമായി ഉണ്ടായാൽ അത് മൂലക്കുരു, ഫിഷർ തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങളിലേക്ക് നയിക്കാം. രാത്രി കിടക്കുന്നതിന് മുൻപ് 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ ത്രിഫല ചൂർണം ചേർത്ത് കുടിക്കുക. ഇത് മലബന്ധത്തിന് വളരെ നല്ലതാണ്. 1 ഗ്ലാസ് ചൂട് പാലിൽ 1 ടീസ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് രാത്രി കുടിക്കുക. ഇത് കുടലിലെ വരൾച്ച മാറ്റും. രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ച ഉണക്കമുന്തിരി രാവിലെ വെറും വയറ്റിൽ ചവച്ച് കഴിക്കുക. ആ വെള്ളവും കുടിക്കുക. നാരുകൾ ധാരാളം അടങ്ങിയ പപ്പായ ദിവസവും കഴിക്കുന്നത് മലബന്ധം അകറ്റാൻ നല്ലതാണ്. ഫ്ലാക്സീഡ് പൊടിച്ച് വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് കുടലിന്റെ ചലനം സുഗമമാക്കും. ദഹനക്കേടും വിശപ്പില്ലായ്മയും. കഴിച്ച ആഹാരം ശരിയായി ദഹിക്കാതെ വയറിൽ തന്നെ കിടക്കുന്ന അവസ്ഥയാണിത്. ദഹനരസങ്ങൾ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതാണ് ഇതിന്റെ കാരണം. ഓക്കാനം, വയറിൽ ഭാരം അനുഭവപ്പെടുക എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ജീരകം വറുത്തിട്ട് തിളപ്പിച്ച വെള്ളം ഇടയ്ക്കിടെ കുടിക്കുന്നത് ദഹനശക്തി വർദ്ധിപ്പിക്കും. ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് നാരങ്ങ നീരും തേനും ചേർന്ന വെള്ളം കുടിക്കുന്നത് വിശപ്പ് വർദ്ധിപ്പിക്കും. 1 ടീസ്പൂൺ മല്ലി തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ ആ വെള്ളം കുടിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. കറിവേപ്പില അരച്ച് മോരിൽ കലക്കി കുടിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തും. ചുക്ക് ചതച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ആമാശയത്തിന്റെ ദഹനശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വയറിലുണ്ടാകുന്ന പുണ്ണ്. ആമാശയത്തിന്റെ ഉൾഭിത്തിയിലുണ്ടാകുന്ന വ്രണങ്ങളാണിവ. വിട്ടുമാറാത്ത ആസിഡിറ്റി ചികിത്സിക്കാതെ വിട്ടാലാണ് ഈ അൾസർ ഉണ്ടാകുന്നത്. ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ വിശക്കുമ്പോൾ വയറ്റിൽ കഠിനമായ വേദന അനുഭവപ്പെടും. ഇതാണ് ഇതിന്റെ ലക്ഷണം. തൈര് അല്ലെങ്കിൽ മോര് ഇതിലടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകൾ അൾസറിന് കാരണമാകുന്ന അണുക്കളെ നശിപ്പിക്കും. കൂവപ്പൊടി പാലിൽ കുറുക്കി കഴിക്കുന്നത് വയറ്റിലെ പുണ്ണിന് മുകളിൽ ഒരു സംരക്ഷണ കവചം തീർക്കും. ദിവസവും 1/2 ഗ്ലാസ് കാബേജിന്റെ നീര് കുടിക്കുന്നത് അൾസർ വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കും. പച്ച ഏത്തപ്പഴം കറികളിലോ ഉണക്കിപ്പൊടിച്ചോ കഴിക്കുന്നത് വയറ്റിലെ ആസിഡിന്റെ നില കുറയ്ക്കും. ദിവസവും രാവിലെ വെറും വയറ്റിൽ 1 സ്പൂൺ തേൻ കഴിക്കുന്നത് മുറിവുകൾ ഉണങ്ങാൻ സഹായിക്കും.